ഇതൊരു കച്ചവടാസ്പദമായിട്ട് ചെയ്യണ ഒരു വീഡിയോ അല്ല, ഇതൊരു റിയൽ എസ്റ്റേറ്റ് വീഡിയോ അല്ല, അങ്ങനെ ഒന്നും അല്ല. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അതായത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഞാനൊന്ന് എഴുതി വെച്ചേക്കുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു ആവറേജ് മലയാളിയുടെ ഒരു മാസത്തെ സേവിങ്സ്, പുതിയ കണക്കുകൾ പ്രകാരം ഒരു മാസത്തെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു 3000 to 4000 ദിർഹംസ് ആണ് ഇവിടെ UAE. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരനും മാസാമാസം നിങ്ങൾ ഇപ്പോ ആവറേജ് കൊടുക്കുന്ന ഒരു റെന്റൽ ഉണ്ടല്ലോ, അതായത് ഒരു 3000-4000 റെന്റൽസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോ താമസിച്ചുകൊണ്ടിരിക്കുന്നത് UAE അല്ലെങ്കിൽ ദുബായിൽ, ഷാർജയിലൊക്കെ. ആ പൈസ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീട് സ്വന്തമാക്കാൻ പറ്റും എന്ന് കാണുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഒരു റിയാലിറ്റിയിലേക്കാണ് ഞാൻ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ദേര, ബർദുബായ്, നായിഫ്, ഗോൾഡ് സൂക്ക്, ഇവിടെയൊക്കെ കച്ചവടം ചെയ്യണം, ബിസിനസ് ചെയ്യണ ഒരു കച്ചവടക്കാർക്കൊക്കെ ഈസിലി ഒരു വീട് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവ് നമ്മുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് മാസാമാസം വെറും 3000 ദിർഹംസ്, 3150 ദിർഹംസ് കൂട്ടിക്കോ, മാസാമാസം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ പറ്റും. ഈ മാസം ഒരു 3000 ദിർഹംസ് പോലും എടുക്കാൻ പറ്റാത്തവരാണ് ഈ നായിഫിലും ദേരയിലൊക്കെ കച്ചവടക്കാർക്ക്. നിങ്ങൾക്ക് ഇനി ഒരു വീട് വാങ്ങുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം കുറച്ചധികം വർഷമായിട്ട് ദുബായിലുള്ള ഒരാളാണ് ഞാൻ. എന്റെ ഒരു നിഗമനത്തിൽ ഇന്നേ വരെ മാസാമാസം ഒരു 3000 കൊടുത്തുകൊണ്ട് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അപ്പാർട്ട്മെന്റ്, അത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അതിന്റെ കാൽക്കുലേഷൻസ് കാണിച്ചാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതെ 1 ബെഡിന് വില വരുന്നതോ വെറും 9,45,000 ദിർഹംസ് ആണ്. ഇതിനകത്ത് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 1 ബെഡ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും ബീച്ച് ആക്സസ് 100% ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് 100% ഫ്രീ ഹോൾഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് കിട്ടുന്നത്. ഇതിന് നിങ്ങൾ ആകെ കൊടുക്കേണ്ടത് ഡൗൺ പേയ്മെന്റ് ആയിട്ട് വെറും 5%, അതായത് 47,000 ദിർഹംസ് നിങ്ങൾക്ക് ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ, അതായത് നാട്ടിലത്തെ ഒരു 12 ലക്ഷം രൂപ വരുന്നുള്ളൂ, നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തായിരുന്നായിരിക്കും. അതിനുശേഷം 30 ദിവസങ്ങൾക്ക് ശേഷം ഒരു 5% കൂടി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ പേയ്മെന്റ് ഇനീഷ്യലി കഴിഞ്ഞു. പിന്നെ മാസാമാസം വെറും 3150 ദിർഹംസ്, അതായത് മാസാമാസം വെറും 82,000 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് ഒരു വീട് കിട്ടുന്നത്? നമ്മുടെ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കാലിക്കറ്റോ പോലും മാസാമാസം 82,000 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാൻ പറ്റില്ല, അതും ബീച്ചിന്റെ ഫ്രണ്ടിൽ നിന്ന്. അങ്ങനെ നിങ്ങൾ ഈ പേയ്മെന്റ് തീർത്ത് കഴിഞ്ഞാൽ ഹാൻഡ് ഓവറിൽ മാത്രം ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മോർഗേജ് ചെയ്യാം. ആ മോർഗേജ് നിങ്ങൾ ഇനി ഒരു 10-15 വർഷത്തേക്ക് ഇട്ടാൽ പോലും വെറും 4000 ദിർഹംസേ മാസം നിങ്ങളുടെ കയ്യിൽ നിന്ന് ആവുന്നുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, ദുബായിലൊക്കെ ഒരു പാർട്ടീഷന് കൊടുക്കുന്ന റെന്റൽസ് ആണ് 3000 ദിർഹംസ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സ്വന്തം 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള അപ്പാർട്ട്മെന്റിൽ മാസാമാസം നിങ്ങൾക്ക് കൊടുക്കേണ്ട വരുന്നുള്ളൂ. ഇതിന് മെട്രോ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ടിൽ നിന്നൊക്കെ വെറും 7 മിനിറ്റ് അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ് കാര്യം. ദുബായിൽ സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് നാളായിട്ട് റെന്റ് കൊടുത്ത് മടുത്ത് താമസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ്. അതല്ല, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും സ്വന്തമായിട്ടൊരു വീട് വാങ്ങണം, ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതും ബീച്ച് ഫ്രണ്ടിൽ ഗവൺമെന്റിന്റെ സൈഡിൽ, അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കും. അപ്പോൾ ഓക്കെ, ബൈ.